ഹലോ ഗൈസ്, ഹെക്സോറ ക്യാപിറ്റലിൻ്റെ മറ്റൊരു ബ്രേക്ക് ഡൗൺ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഒരു ബിയറിഷ് ബയാസ് ആയിരുന്നിട്ട് പോലും നമ്മൾ ഒരു ബുള്ളിഷ് ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പെർഫെക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഒരു ബിയറിഷ് ബയാസ് ഡേ ആയിരുന്നിട്ട് പോലും നമുക്ക് എങ്ങനെ ഒരു ബുള്ളിഷ് ട്രേഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, നമുക്കെങ്ങനെ ആ രീതിയിൽ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളൊരു ബ്രേക്ക് ഡൗൺ കൂടിയാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ട്രേഡിലേക്ക് വരാം. സോ ഞാൻ ഇതായത് നമ്മുടെ ഇന്നത്തെ ട്രേഡ് ഞാൻ ഇതൊക്കെ ഒന്ന് ഡ്രോയിങ്സൊക്കെ ഒന്ന് കളയുന്നുണ്ട്. സോ നമുക്ക് ഫ്രം ദ ഡെയിലി ഓർ വീക്കിലി നമുക്ക് മാർക്കറ്റ് ബയാസ് ഒന്ന് റീഡ്രോ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് പ്രീവിയസ് ഡേ ലോ, പ്രീവിയസ് ഡേ ഹൈ, അതിനു മുമ്പ് നമുക്കിവിടെ പ്രീവിയസ് വീക്ക് ഹൈ, അതേപോലെ പ്രീവിയസ് വീക്ക് ലോ, ഈ രണ്ട് കാര്യവും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടാം. പ്രീവിയസ് വീക്ക് ഹൈ ആൻഡ് പ്രീവിയസ് വീക്ക് ലോ. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് ഓൾറെഡി മാർക്കറ്റ് ഇപ്പോൾ റിയാക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൊപൾഷൻ ബ്ലോക്ക് അല്ലെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്നാണ്, അല്ലെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റി ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് റിയാക്ഷൻ തന്നിട്ടുണ്ട്. സോ ഇവിടെ നമുക്കൊരു റിയാക്ഷൻ കിട്ടിയ ഒരു ഏരിയ നമുക്ക് കാണാം. ആൻഡ് ഡെയിലിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മൺഡേ, ഓക്കെ, ഇതാണ് ഇന്നത്തെ ഡേ. മൺഡേ മാർക്കറ്റ് ആ ഒരു ഏരിയ ആദ്യം ആ ഒരു റിജക്ഷൻ ഫോം ചെയ്തതിന് ശേഷം, വീക്കിലിയുള്ള ആ ഒരു റിജക്ഷൻ ഫോം ചെയ്തതിന് ശേഷം നമുക്ക് മൺഡേ മാർക്കറ്റിൽ ഈ ഒരു ഏരിയയിലേക്കുള്ള മൂവ്മെൻറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം മൺഡേ ഹൈ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഇത് മൺഡേ ഹൈ ആണ് ആൻഡ് ദിസ് ഈസ് മൺഡേ ലോ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ഇവിടെ ഒരു SMT ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് യൂറോ USD ഈ ഒരു ഹൈ എടുത്തു. അറ്റ് ദ സെയിം ടൈം GBP USD ഈ ഒരു ഹൈ എടുക്കാൻ ഫെയിലായി. സോ ഇവിടെ ഒരു SMT ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു സെൽ സൈഡിലേക്കുള്ള ഈ ഒരു മൺഡേ ലോയിലേക്കുള്ള ട്രേഡ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തതാണ്. ഓക്കെ, നമ്മൾ ഡെയിലി നോക്കുന്ന സമയത്ത് ഈ സെല്ലിലേക്കുള്ള ഈ ഒരു ട്രേഡ് നമ്മളിവിടെ കഴിഞ്ഞ ദിവസം ഈ ഒരു മൺഡേ ലോയിലേക്കുള്ള ട്രേഡ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ദിവസത്തെ ചാർട്ട് ചെയ്യാൻ ഒഴിവാക്കാം. ഓക്കെ, ഇനി നമ്മൾ 4 ഹവറിലേക്ക് വരാം. ഓക്കെ, 4 ഹവറിൽ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ലൈക്ക് യെസ്. ഓക്കെ, ഇവിടെ മുതലാണ് ഇന്നത്തെ ഡേ മാർക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമുക്ക് ആ ഒരു ഏരിയാസ് നോക്കാം. ഇപ്പോൾ മൺഡേയിലോ മാർക്കറ്റ് ഇവിടെ ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ മൺഡേയിലോ മാർക്കറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. ആൻഡ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയൊരു PDR ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത് ആ ഒരു PDRക്കകത്താണ്. ഡെയിലിയിലേക്ക് തിരിച്ചൊന്നുകൂടി വരാം. ഈ മൺഡേയിലോ എടുത്തിട്ട് മാർക്കറ്റിൽ ഇത്രയും അഗ്രസീവായിട്ടുള്ളൊരു ബൈയിങ് അല്ലെങ്കിൽ ഇത്രയും ഒരു റിയാക്ഷൻ അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ബയേഴ്സ് ഹോൾഡ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ആക്ച്വലി ഈ ഒരു ഏരിയ. അപ്പോൾ നമുക്ക് 4 ഹവറിലേക്ക് വരാം. ഓക്കെ, 4 ഹവറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇന്നത്തെ ദിവസം മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത് 9 PM ക്യാൻഡിൽ ഇപ്പോൾ ഓപ്പണായി. ഈ രണ്ട് ക്യാൻഡിലും കിടക്കുന്നത് ഈ ഒരു ബയേഴ്സ് ഹോൾഡ് ചെയ്ത ആ ഒരു ഏരിയയിലാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പോസിബിളി നെക്സ്റ്റ് ഉള്ളൊരു മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇവിടുന്ന് ഒരു ബൈയിങ് കാണിച്ചിട്ട് ഉള്ള സെല്ല്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാന്. സോ ലണ്ടൻ സെഷനിൽ മാർക്കറ്റ് ഇന്നത്തെ ഡേൻ്റെ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് ബൈയിലേക്ക് വരുന്നു, പിന്നെ അവിടുന്ന് സെല്ല് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ ഉണ്ടായിരുന്നത്. സോ ലണ്ടൻ സെഷനിൽ നമുക്കിവിടെ 4 ഹവറിൻ്റെ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ഇവിടെ അവൈലബിൾ ആണ്. ഇത് മൺഡേ ഹൈ ആണ്. ഓക്കെ, ആൻഡ് ഇവിടെയൊക്കെ റിജക്ഷൻ ആയിട്ടുള്ള ഏരിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മളിനി 50 മിനിറ്റിലേക്ക് വരാം. ഓക്കെ, 50 മിനിറ്റിൽ വരുമ്പോൾ ഇതാണ് ഡെയിലിയിൽ ഉണ്ടായിരുന്ന ഏരിയ. ജസ്റ്റ് ഒന്ന് ഒഴിവാക്കാം. ഓക്കെ, ആൻഡ് 15 മിനിറ്റിൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഇവിടെ 15 മിനിറ്റിലും ഈ ഒരു റേഞ്ചിൻ്റെ 50 മിനിറ്റിൻ്റെ ഈ ഒരു റേഞ്ചായിരുന്നു. ആ ഒരു റേഞ്ച് താഴേക്ക് വന്ന് ഈ റേഞ്ചിൻ്റെ ലോ ഇവിടെ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഒബ്വിയസ്ലി മാർക്കറ്റിൻ്റെ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ഒരു റേഞ്ച് ഹൈ ആയിരിക്കും. ഒരു ഫ്രം റേഞ്ചിലോ ഫ്രം എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ടു നെക്സ്റ്റ് ലിക്വിഡിറ്റി.
സോ ഈ ഒരു റേഞ്ചിലോ ടേക്ക് ഔട്ട് ചെയ്താൽ അടുത്ത റേഞ്ച് ഹൈയിലേക്കുള്ള മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. ഓക്കെ, ആൻഡ് ദ സെയിം ടൈം ഇവിടെ ഏഷ്യൻ സെഷൻ ഫോം ചെയ്തിട്ടുണ്ട്. ഏഷ്യൻ സെഷൻ ഒരു കൺസോൾട്ടേഷനാണ്. ഇപ്പോൾ മാർക്കറ്റ് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു ഏരിയയിലാണ്. ഓക്കെ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാർക്കറ്റിൽ നമുക്ക് കാണാം നല്ല രീതിയിൽ മാർക്കറ്റ് എക്സ്പാൻഡായി റീട്രേസ്മെൻറ്റ് വന്നു. പിന്നെ മാർക്കറ്റ് ഒരു കാണിച്ചു, ഒരു റേഞ്ച് ഇവിടെ ഫോം ചെയ്തു. ഓക്കെ, ഈ റേഞ്ച് ഫോം ചെയ്യുന്നത് ഒരു ഹയർ ടൈം ഫ്രെയിം കീ ലെവലിലാണ്. അതിനർത്ഥം മാർക്കറ്റ് ഇവിടുന്ന് ഒരു ഫർദർ മാനിപ്പുലേഷനേക്കാളും ഇവിടുന്ന് കൂടുതലായിട്ട് നമുക്ക് എന്താണ് തരാൻ സാധ്യത, ഒരു എക്സ്പാൻഷനാണ് നമുക്ക് തരാൻ സാധ്യത. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം അങ്ങനെയാണ് മോസ്റ്റ്ലി സംഭവിക്കാറുള്ളത്. സോ നമുക്ക് നോക്കാം. നെക്സ്റ്റ് 15 മിനിറ്റിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ആ ഒരു ലിക്വിഡിറ്റി അവിടെ ടേക്ക് ഔട്ട് ചെയ്തു ആൻഡ് അതിന് മുകളിലായിട്ട് ക്ലോസ് ചെയ്തു. ഓക്കെ, ക്ലോസ് ചെയ്ത സമയത്ത് നമുക്ക് മനസ്സിലായി ഈ ഒരു റേഞ്ച് ഹയർ ടൈം ഫ്രെയിം കീ ലെവലിലാണ് ഫോം ചെയ്തത്. അവിടുന്ന് എക്സ്പാൻഷൻ, അനദർ എക്സ്പാൻഷൻ കിട്ടി. ആസ് പെർ മാർക്കറ്റ് പ്രൊഫൈൽ ഇനി മാർക്കറ്റ് എന്ത് ചെയ്യണം, വീണ്ടും ഒന്ന് റീട്രേസ്മെൻറ്റ് തരണം. ഓക്കെ, ഒന്ന് റീട്രേസ്മെൻറ്റ് തന്നിട്ട് ഈ ഒരു ഫോം ചെയ്തേക്കുന്ന ഈ ഒരു ബേസ് അല്ലെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്ക് എന്നുള്ള തിരിച്ചുള്ള എൻട്രി. ഓക്കെ, ഇതാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതായാലും ലണ്ടൻ ഓപ്പണിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ലണ്ടൻ ഓപ്പണിൽ മാർക്കറ്റ് വന്നു, ലണ്ടൻ ഓപ്പണായി. ഓക്കെ, 1 ഹവറിലേക്ക് കൂടി നമ്മൾ സ്വിച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് 1 ഹവറിൽ നമുക്കിവിടെ കാണാം, ഇവിടെ 1 ഹവറിൽ ക്ലിയർ ആയിട്ടുള്ള ഓർഡർ ബ്ലോക്കുകളുണ്ട്. ഓക്കെ, ഓൾസോ നമുക്കിവിടെ കാണാം 1 ഹവറിൻ്റെ ഒരു 1 ഹവർ, അതായത് 2 AM 1 ഹവർ ക്യാൻഡിലൂടെ ഉണ്ട്. സോ മോസ്റ്റ്ലി ഇവിടുത്തെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ലോ എടുത്തിട്ടുള്ള മൂവ്മെൻറ്റ്, ഇതാണ് എക്സ്പെക്റ്റ് ചെയ്തിരുന്ന കാര്യം. ഓക്കെ, സോ നമുക്ക് ടാർഗറ്റായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് ഈ ഒരു ഹൈ ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മുടെ 15 മിനിറ്റിൻ്റെ ആ ഒരു സിങ് ഹൈ, ഇതാണ് എക്സ്പാൻഷൻ. അപ്പോൾ മാർക്കറ്റ് ഇവിടേക്ക് വരുന്ന രീതിയും കൂടി നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ 5 മിനിറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ PD ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് വരുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ നിന്നൊന്നും അഗ്രസീവായിട്ട് ബൈ ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വിചാരിക്കുന്ന ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, സോ ലണ്ടൻ ഓപ്പൺ ആയ സമയത്ത് 3:15 ആ ഒരു ടൈമിൽ മാർക്കറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ കറക്റ്റ് ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്, നമ്മുടെ ആ ഒരു ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഇവിടെ നിന്ന് കൺഫർമേഷൻ എടുക്കാൻ വേണ്ടിയിട്ട്, ഇത് 50 മിനിറ്റിൻ്റെ റേഞ്ചാണ്. സോ ഞാൻ 1 മിനിറ്റിൻ്റെ കൺഫർമേഷനാണ് ഇവിടെ ചൂസ് ചെയ്യുന്നത്. നമുക്ക് എന്ത് വേണം, ഒരു സ്ട്രക്ചർ ബ്രേക്ക് വേണം, അല്ലെങ്കിൽ ഒരു CISD ഫോം ചെയ്യണം, അല്ലെങ്കിൽ ഒരു IFEG ഫോം ചെയ്യണം. ഇങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു സ്ട്രക്ചർ ബ്രേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു കോൺഫ്ലുവൻസ് നമുക്ക് കിട്ടണം. അപ്പോൾ മാത്രമേ നമ്മുടെ ഈ ഒരു ട്രേഡ് അവിടെ വാലിഡ് ആവുള്ളൂ. സോ ഞാൻ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും എന്ത് വേണം, മാർക്കറ്റ് ഒന്നുകിൽ ഇവിടെയാണ് മാർക്കറ്റ് ആദ്യമായിട്ട് ഈ ഒരു ഹൈ ടൈം ഫ്രെയിം കീ ലെവൽ മിറ്റിഗേറ്റ് ചെയ്തത്. പക്ഷേ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടില്ല, ഇതിന് മുകളിലേക്ക് ക്ലോസിങ് തന്നിട്ടില്ല, CISD ഒന്നും ഫോം ചെയ്തിട്ടില്ല. ആൻഡ് അഗെയിൻ മാർക്കറ്റ് ഇവിടെ എന്ത് ചെയ്തു, ഈ ലോയും മാർക്കറ്റ് ഇവിടെ ടേക്ക് ഔട്ട് ചെയ്തു. ആൻഡ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് ബുള്ളിഷായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിതാ നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു ഹൈ, ഓക്കെ, ഈ ഒരു ഹൈ മാർക്കറ്റ് ഇവിടെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്തു. അതായത് ലാസ്റ്റ് മാർക്കറ്റിനെ ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടി മാർക്കറ്റ് എവിടെ നിന്നാണോ വന്നത് ആ ഒരു ഹൈ മാർക്കറ്റ് ഇവിടുന്ന് താഴേക്ക്, ആ ഒരു ഹൈനെ മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു ബ്രേക്കർ ബ്ലോക്ക് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിംപ്ലി ഈ ഒരു ബ്രേക്കർ ബ്ലോക്കിൽ നമുക്ക് എൻട്രി ഇടാം. ഇനിയിപ്പോൾ നിങ്ങൾ ഒന്നുകൂടി കൺസർവേറ്റീവ് ആണെങ്കിൽ ഈ ഒരു ഹൈയും കൂടി ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻട്രി ഇടാം. ഓക്കെ, അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ എൻട്രി ഇട്ടു, ഈ ഒരു ഹൈ ഇവിടെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ ഒരു ലോങ് എൻട്രി ഇട്ടു. സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇതിൻ്റെ ലോൻ്റെ താഴെ വെക്കാം, ചെറിയൊരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കുക. അറൗണ്ട് 4 pips ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നത്. ഓക്കെ, 1:3 ആണ് നമ്മുടെ ടാർഗറ്റ്, ഇനീഷ്യൽ ടാർഗറ്റ്. ആൻഡ് ഫൈനലി ഇത് ഓക്കെ, ഈ ഒരു 50 മിനിറ്റിൻ്റെ ഹൈ ആണ് നമ്മുടെ ടാർഗറ്റ് ലൈൻ. അപ്പോൾ ഈ ഒരു 50 മിനിറ്റിൻ്റെ ഹൈ എടുക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം. ഇനി നിങ്ങൾ ജസ്റ്റ് 1 മിനിറ്റിൽ തന്നെ നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ ടാർഗറ്റ്. ഇനി 1 മിനിറ്റിലേക്ക് നമ്മളിവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല കൃത്യമായിട്ടുള്ള ഒരു PD ഇവിടെ ക്രിയേറ്റ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു PD മാർക്കറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ
അപ്പോൾ നമുക്കിവിടെ പ്രോപ്പറായിട്ടുള്ള ഒരു ഏരിയ കിട്ടി, പ്രോപ്പറായിട്ടുള്ള മാർക്കറ്റ് പ്രൊഫൈൽ അലൈൻ ചെയ്തിട്ടുണ്ട്, പ്രോപ്പറായിട്ടുള്ള ടൈമിലാണ് ഈ ബ്രേക്കറും ഈ ഒരു ഹൈ ടൈം ഫ്രെയിം കീ ലെവലിലേക്ക് മാർക്കറ്റ് വരുന്നതും. നമ്മളവിടുന്ന് എൻട്രി പുഷ് ചെയ്തു ആൻഡ് ആ ഒരു എൻട്രി നമുക്ക് കൃത്യമായിട്ട് ടാർഗറ്റ് മീറ്റ് ചെയ്തു. ഓക്കെ, അറൗണ്ട് 1:5 റിസ്ക് റിവാർഡ് നമുക്ക് ഈ ഒരു ട്രേഡിൽ കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മളിവിടുത്തെ മെയിനായിട്ട് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എൻട്രി കിട്ടുന്ന ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻട്രി കിട്ടേണ്ടത് നമ്മൾ എക്സാക്ട്ലി വിചാരിക്കുന്ന ഒരു ഏരിയയിൽ നിന്ന് പ്രോപ്പർ കൺഫർമേഷനോട് കൂടിയിട്ട് ആവണം നമ്മൾ ആ ഒരു എൻട്രി അവിടെ പുഷ് ചെയ്യേണ്ടത്. ഓക്കെ, അല്ലാത്ത എൻട്രീസൊക്കെ നമ്മൾ സിംപ്ലി സ്കിപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ട്രേഡിൻ്റെ ബ്രേക്ക് ഡൗൺ. ഇവിടെ ICT, SMT, CRT കോൺസെപ്റ്റുകളൊക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ട്രേഡ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, മെയിൻലി CRTയുടെ കാര്യങ്ങളാണ് നമ്മളെ ഈ ഒരു ട്രേഡിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ലൈക്ക് 1 ഹവറിൻ്റെ ആ ഒരു CRT ആണ് നമ്മൾ മെയിൻലി ഇവിടെ ഫോക്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കോൺഫ്ലുവൻസസ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് സിമ്പിളായിട്ട് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്ന സമയത്ത്, ഇങ്ങനത്തെ സെറ്റപ്പുകൾ വരുന്ന സമയത്ത് മാത്രം നോക്കി ട്രേഡ് എടുക്കുക. അല്ലാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, വെറുതെ ഇരിക്കുക. ചിലപ്പോൾ വെറുതെ ഇരിക്കുന്നത് എന്ത് തന്നെയാണ്, നല്ലതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് ഒരു ബ്രേക്ക് ഡൗൺ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.